വസന്ത്. വസന്ത് സാർ ഗ്രാമത്തിൽ വളരെ പ്രബലനാണ്. കാരണം അദ്ദേഹത്തിന്റെ കുടുംബം തലമുറകളായി ദശാവതാര കഥയെ പാരമ്പര്യ നാട്യം എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും ഉത്സവ ദിവസങ്ങളിൽ ഗ്രാമം മുഴുവൻ ഒന്നിച്ചു ചേരും. അവർ മഹാഭാരതം, രാമായണം, അങ്ങനെ ഒരുപാട് പുരാണ കഥകൾ നാട്യരൂപത്തിൽ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. ഈ ദശാവതാരമാണ് ആ ഗ്രാമത്തിനും മുഴുവൻ കോക്കടിന്റെയും അടയാളം. പക്ഷെ ഇപ്പോൾ കാലം മാറിപ്പോയി. TV, മൊബൈൽ, പിന്നെ സ്മാർട്ട് ഫോണിന്റെ കാലത്തിൽ ദശാവതാരത്തിന് വാല്യൂ അത്ര ഇപ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് പണക്കഷ്ടം ദിവസം തോറും കൂടിക്കൊണ്ടേ വന്നു. ഇത് കാരണമാണ് മാധവിനും അദ്ദേഹത്തിന്റെ അച്ഛനും എപ്പോഴെങ്കിലും വഴക്കുണ്ടാകുന്നത്. അച്ഛാ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ആരാണ് ഈ നാടകം കാണുന്നത്? ആവശ്യമില്ലാത്ത കഷ്ടങ്ങളെ എന്തിനാ ഏൽക്കുന്നത്? മോനെ, ഇതൊന്നും കഷ്ടമില്ല. ഇത് നമ്മളുടെ പാരമ്പര്യമാണ്. ദൈവത്തിന് ചെയ്യുന്ന സേവയാണ്. നമ്മൾ സ്റ്റേജിൽ കൃഷ്ണർ അല്ലെങ്കിൽ രാമറിന്റെ വേഷം ഇടുമ്പോൾ അത് അഭിനയം മാത്രമല്ല മോനെ, അതിൽ ഭക്തിയും ചേർന്നിരിക്കുന്നു. ഭക്തി വെച്ചിട്ട് കുടുംബത്തിന് നടത്താൻ പറ്റുമോ? ദിവസം ചെലവിനെ പോലും നമ്മളുടെ കയ്യിൽ കാശില്ല. ഞാൻ നിർണയിച്ചു, ഞാൻ ഈ ദശാവതാരത്തിനെ ഇനി മുതൽ ചെയ്യാറേ ഇല്ല. ഞാൻ പഠിക്കാൻ പോകുന്നു, ജോലി നോക്കാൻ പോകുന്നു, എന്നെ മുന്നേറ്റി കൊണ്ടുപോകുന്നു. നല്ലത് മോനെ, നിന്റെ ഈ തീരുമാനം നിന്റെ വഴിയാണ്. പക്ഷെ ഒരു കാര്യം ഓർമ്മിച്ചോ, ഒരു കലയിനെ മതിക്കാതെ ചെല്ലുന്ന മനുഷ്യൻ തന്റെ വേറുകളയെ അറുക്കുന്നത് പോലെയാണ്. മാധവിന്റെ വാക്കുകൾ വസന്ത് സാറിന്റെ മനസ്സിനെ വേദനിപ്പിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അറിയാം മാധവ് പറയുന്നത് മുഴുവനും തെറ്റല്ല എന്ന്. മാധവ് നന്നായി പഠിച്ചവനും പുതിയ ജീവിത രീതി ശീലിക്കുന്നവനുമാണ്. അദ്ദേഹം എന്ത് കരുതിയെന്നാൽ കലയും പാരമ്പര്യവും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ദാരിദ്ര്യത്തിൽ കെട്ടിവെച്ചിരിക്കുകയാണെന്ന് കരുതുന്നു. അതുകൊണ്ട് അദ്ദേഹം പല സ്ഥലങ്ങളിൽ ജോലി അന്വേഷിച്ചു. പക്ഷെ വിഷമം എന്താണെന്നാൽ അദ്ദേഹത്തിന് എവിടെയും ജോലി കിട്ടിയില്ല. ഇക്കാര്യമാണ് അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചത്. ഒരു പക്ഷേ എനിക്ക് ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെ എങ്ങനെയാ നോക്കുക? എൻ്റെ അച്ഛൻ വല്ലാതെ ക്ഷീണിച്ചു പോയി. ഇപ്പോൾ ഇദ്ദേഹത്തിന് റെസ്റ്റ് ആവശ്യമാണ്. പക്ഷേ എൻ്റെ തലവിധി കാണൂ, എനിക്ക് ഒരു ജോലി പോലും കിട്ടിയിട്ടേ ഇല്ല. ദൈവമേ, ഞാൻ നിന്നെ വേണ്ടി കേൾക്കുന്നു. എനിക്ക് വേഗം തന്നെ ഒരു ജോലി കിട്ടണം. അപ്പോഴേ എൻ്റെ അച്ഛന് ഞാൻ സേവ ചെയ്യാൻ പറ്റും. എൻ്റെ അച്ഛന് ദശാവതാര കഥകൾ വളരെ ഇഷ്ടമാണെന്ന് എനിക്കറിയും. അദ്ദേഹം ഇത് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ദശാവതാര കഥകളെക്കാളും മുഖ്യം അവരുടെ ജീവിതമാണ്. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ തീർച്ചയായും നോക്കണം. അതിനുവേണ്ടി ഞാൻ മോശമായി മാറിയാലും കുഴപ്പമില്ല. മാധവ് വളരെ കഷ്ടപ്പെട്ട് ജോലി അന്വേഷിക്കുകയായിരുന്നു. ഒരുപാട് മാസങ്ങൾ കഷ്ടപ്പെട്ട് അന്വേഷിച്ചതിനു ശേഷം ഒരു വിധേന സിറ്റിയിലെ ഒരു വലിയ കമ്പനിയിൽ നിന്ന് ജോലിക്കുള്ള ഓർഡർ വന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ പ്രകാശിക്കാൻ തുടങ്ങി. പക്ഷെ മനസ്സിൽ ചെറിയൊരു വിഷമവും ഉണ്ടായിരുന്നു. അച്ഛാ, ഇവിടെ നോക്കൂ, എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. സിറ്റിയിലുള്ള കമ്പനിയാണ്. സാലറിയും നല്ല സാലറിയാണ്. ഇനി മുതൽ നമ്മളുടെ കഷ്ടങ്ങളെല്ലാം തീർന്നു പോകും. ആശംസകൾ മോനെ, നീ വിരുപ്പപ്പെട്ടത് നീ ചെയ്തു കാണിച്ചു. അതെ അതെ. പക്ഷേ അച്ഛാ, നമ്മൾ ഇപ്പോൾ സിറ്റിയിലേക്ക് പോകണം. നിങ്ങളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എന്നെ കൊണ്ട് അവിടെ പോകാൻ പറ്റില്ല. അവിടെ നമുക്ക് റെന്റിന് വീടും കിട്ടും. നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് എങ്ങനെ ഇരിക്കും? എല്ലാവറ്റിനെയും ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ എന്നോട് വന്നാൽ മതിയാണ്. എന്ത്? ഞാൻ സിറ്റിയിലോ? ഇല്ല മോനെ, ഈ വീട്, ക്ഷേത്രം, അമ്പലം, ആ സ്റ്റേജ്, ഇതാണ് എന്റെ ജീവിതം. സിറ്റിയിലേക്ക് വന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു? അവിടെ ഗ്രാമത്തിൽ ജനങ്ങൾ ഇരിക്കില്ല, ദൈവം ഇരിക്കില്ല, എന്റെ കലയും ഉണ്ടാവില്ല. ഇതില്ലാതെ എന്നെ കൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? അതിനെപ്പറ്റി നിങ്ങളൊന്നും വിഷമിക്കണ്ട അച്ഛാ. ഞാൻ പറഞ്ഞല്ലേ എല്ലാം ഞാൻ നോക്കിക്കൊള്ളുമെന്ന്. നിങ്ങൾ എന്തിനാ അത് മനസ്സിലാക്കാത്തത്? ഇനി നിങ്ങൾ ദശാവതാര കഥകളല്ല, നിങ്ങളുടെ ശരീരം നോക്കണം. അതാണ് ആവശ്യം. അച്ഛാ, എനിക്കറിയും നിങ്ങളുടെ കഥ നിങ്ങൾക്ക് പൊക്കിഷമാണ്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ റെസ്റ്റ് എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ എനിക്ക് അവകാശം തന്നാൽ ഞാൻ നിങ്ങളെ നോക്കുന്നു. സിറ്റിയിലേക്ക് പോകണമെന്ന് പറഞ്ഞതും വസന്ത് സാറിന് അല്പം വിഷമമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം തന്റെ മകന്റെ കഷ്ടം മനസ്സിലാക്കി. മോന്റെ സന്തോഷത്തിനു വേണ്ടി സിറ്റിയിലേക്ക് വരാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. അതിനുശേഷം അടുത്ത ദിവസം തന്നെ രണ്ടുപേരും, അച്ഛനും മകനും, ഗ്രാമം വിട്ടിട്ട് സിറ്റിയിലേക്ക് പുറപ്പെട്ടു. എന്റെ ദൈവമേ, എന്റെ മോന് അവന്റെ പുതിയ ജീവിതത്തിനെ സിറ്റിയിലെ തുടങ്ങാൻ പോകുന്നു. അവന് നിങ്ങളുടെ ആശീർവാദം എപ്പോഴും ഉണ്ടാവണം. സിറ്റിയിലേക്ക് വന്നതിന് ശേഷം അവിടെ പുതിയ ജീവിതം തുടങ്ങുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ മാധവ് കഠിന അധ്വാനിയാണ്. ജോലി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. കാശും വരാൻ തുടങ്ങി. തുടക്കത്തിൽ എല്ലാം വളരെ നന്നായിരുന്നു. പക്ഷേ വസന്ത് സാർ സിറ്റിയിലെ ജീവിതവുമായി അദ്ദേഹത്തിന് പൊരുത്തപ്പെടാനായില്ല.
ഇവിടെ ഈ സൂര്യൻ പോലും മംഗളായിട്ടേ കാണുന്നു. കടലിന്റെ തണുത്ത കാറ്റും അല്ല, കോവിൽ മണി ശബ്ദവും കേൾക്കില്ല. അച്ഛാ, ഇതെല്ലാം നിങ്ങൾ പഴക്കപ്പെടുത്തിക്കോളൂ. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെയാണ് ജീവിക്കുന്നത്. പതുക്കെ പതുക്കെ നിങ്ങൾക്കും പഴകിപ്പോകും. ഇല്ല മോനെ, ഈ 4 ചുമരുകൾ തടവിലാക്കിയതുപോലെ ഉള്ളത്. നമ്മളുടെ ഗ്രാമം പോലെ ഇവിടെ ഇല്ല. പിന്നെ നമ്മളെ കൊണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നീ ഓഫീസിലേക്ക് പോ മോനെ, നിനക്ക് കുറേ പണിയുണ്ടല്ലേ. പോ മോനെ, നീ പോയിട്ട് വാ. മാധവിന്റെ അച്ഛന് സിറ്റി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പതുക്കെ പതുക്കെ അദ്ദേഹം മുറിയിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മുഖമൊക്കെ ആകെ വാടിപ്പോയി. മാധവ് അദ്ദേഹത്തോട് ഒരുപാട് സമയം സംസാരിച്ചു, പുറത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം വിഷമിച്ചിരുന്നു. അങ്ങനെ ദീപാവലിയുടെ സമയം വന്നെത്തി. ഗ്രാമത്തിൽ ദശാവതാരത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തുടങ്ങി. വസന്ത് സാറിന് ആത്മവിശ്വാസമുണ്ടായി. മാധവ്, ദീപാവലി വരാൻ പോകുന്നത്. നമ്മൾ എന്തിനാ ഗ്രാമത്തിലേക്ക് പോയിക്കൂടാ? ഈ കാരണം ഉപയോഗിച്ച് ദശാവതാരവും നോക്കാമെന്ന് വിചാരിക്കുന്നു. ശരി അച്ഛാ, ഞാൻ ലീവ് എടുക്കാനായിട്ട് ശ്രമിച്ചു നോക്കുന്നു. മാധവ് പറഞ്ഞത് കേട്ടിട്ട് അവന്റെ അച്ഛന്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. പക്ഷെ വിധി ആഗ്രഹിച്ചത് മറ്റൊന്നാണ്. സർ, എൻ്റെ അച്ഛൻ ദശാവതാരം കാണാനായിട്ട് ഗ്രാമത്തിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ലീവ് എടുക്കണമെന്ന് വിചാരിക്കുന്നു. ഇംപോസിബിൾ മാധവ്, നമ്മളുടെ ഈ പ്രോജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നീ ലീവ് എടുത്താൽ നിന്റെ ജോലിന് വളരെ പ്രശ്നമാണ്. അച്ഛാ, അത് എന്താണെന്ന് വെച്ചാൽ എന്നെ ക്ഷമിച്ചേക്കോ അച്ഛാ. എനിക്ക് ലീവ് കിട്ടിയിട്ടില്ല അച്ഛാ. ഇപ്രാവശ്യം നമ്മളെ കൊണ്ട് ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റില്ല. എന്നെ ക്ഷമിച്ചേക്കോ അച്ഛാ. മാധവ് പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹത്തിന്റെ അച്ഛന് വിഷമം വീണ്ടും കൂടി. അദ്ദേഹത്തിന് ഒന്നും പറയാനുമായില്ല. പിന്നെ പതുക്കെ പതുക്കെ അദ്ദേഹത്തിന് അസുഖവും പിടിച്ചു. ഡോക്ടർ അദ്ദേഹത്തിന് മരുന്നൊക്കെ നൽകി. പക്ഷെ അദ്ദേഹത്തിന് ഒന്നും ശരിയായില്ല. കാരണം അദ്ദേഹത്തിന്റെ അസുഖം ശരീരത്തിലല്ല, മനസ്സിലാണ് അസുഖം. അദ്ദേഹത്തിന് മരുന്നല്ല, ഗ്രാമത്തിലെ ജീവിതമാണ് ആവശ്യം. അപ്പോഴാണ് മാധവിന് മനസ്സിലാകാൻ തുടങ്ങിയത് തന്റെ അച്ഛന്റെ അസുഖം മാറ്റാൻ താൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. മതി, വളരെ ഓവറായിപ്പോയി. ഇനി എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ്റെ ജീവിതം മുഖ്യമാണോ അല്ലെങ്കിൽ എൻ്റെ സാലറിയോ? ഇല്ല, എന്നെക്കൊണ്ട് അവരെ ഇഴക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ജീവൻ ആ ഗ്രാമത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ അവരെ അങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടു പോവാം. ധർമ്മമാണ് എപ്പോഴും വിജയിക്കുന്നത്, അധർമ്മം നശിച്ചു പോകും. അന്ന് രാത്രി മാധവിന് മനസ്സിലായി, അതായത് ജോലി, സിറ്റി, പണം എല്ലാം മുഖ്യമാണ്. പക്ഷെ അതുപോലെ അവരുടെ പാരമ്പര്യം, ജീവിത ശൈലികളൊക്കെ വളരെ മുഖ്യമാണ്. പിന്നെ തീരുമാനിച്ചു, അതായത് ഇനി താനും ദശാവതാരത്തിൽ പങ്കേൽക്കുമെന്ന്. അത് പുതിയ തലമുറയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് ശപഥം ചെയ്തു.